Hello. So hello friends, welcome back to my channel. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്കലി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് GP325 വയർലെസ് കൺട്രോളർ. സോ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. സോ ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു കൺട്രോളർ വരിക. ബേസിക്കലി ഈ കൺട്രോളർ നമുക്ക് ഫോൺ, PC, ലാപ്ടോപ്സ്, എക്സ്ബോക്സ് അങ്ങനെയുള്ള എല്ലാ സംഭവത്തിലും PS5 പറ്റത്തില്ല, PS3, PS4 ഇതിലൊക്കെ സപ്പോർട്ടുള്ളതാണ്. പിന്നെ iOS-ൽ സപ്പോർട്ടുണ്ട്, ആൻഡ്രോയിഡിൽ സപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു കിഡിലം ഗെയിമിംഗ് കൺട്രോളറാണ്. പക്ഷേ കുറച്ച് ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ ഇതാണ് നമ്മുടെ കൺട്രോളർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക ലുക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബിൽഡ് ക്വാളിറ്റി വൈസും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഇവിടെ 2 ബട്ടൺസ് വരുന്നുണ്ട്. ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ബാക്കി നോർമൽ കൺട്രോളേഴ്സിൽ വരുന്നുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സോ ഇതിനൊരു യൂസർ മാനുവലുണ്ട്. ഈ സാധനം നിങ്ങൾ എടുത്ത് കളയരുത്. കാരണം ഇതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ഇതിൽ നിങ്ങൾക്ക് ഓരോ ഗെയിംസിൽ, ഇപ്പം ഞാൻ ആൻഡ്രോയിഡ് ഫോൺസിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് PUBG അങ്ങനെ ഓരോ ഗെയിമും ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് കൺട്രോളിങ്സ് സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ 4 പ്രീസെറ്റ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയേർഡായിട്ട് ഇതിൻ്റെ കൂടെ ഒരു Type A to Type C കേബിൾ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് വയേർഡായിട്ട് തന്നെ നിങ്ങളുടെ PC-യിലും എക്സ്ബോക്സ്, PS3, PS4 നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. സോ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂടൂത്ത് പ്ലസ് 2.4 Hz വയർലെസ് പ്ലസ് വയേർഡ് USB Type C മോഡുള്ള ഒരു ഗെയിമിംഗ് കൺട്രോളറാണ്. കോമ്പാക്റ്റഡ് വിത്ത് നമുക്ക് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം, വിൻഡോസിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് Mac, Apple TV, Chromebook എക്സെട്ര അങ്ങനെയുള്ള സംഭവങ്ങളിലെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ഇതിനൊരു സപ്പോർട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മീറ്റേഴ്സാണ് ഇതിൽ വരുന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇതിൽ ഒരു 15 hours-ഓളം ബാറ്ററി ലൈഫ് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. Type C ചാർജിങ് ആണ്. ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 2.5 മണിക്കൂർ നിങ്ങൾക്ക് ടൈം എടുക്കുന്നതുമാണ്. പിന്നെ ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു എനിക്ക് ഫീലായിട്ട് തോന്നിയ മീൻസ് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു ഗെയിമിംഗ് പാഡിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത് നമുക്ക് തരുന്ന ബിൽഡ് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ തരുന്നത്. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ഡിസൈൻ അടിപൊളിയാണ്. നല്ലൊരു പ്രീമിയം ഡിസൈനാണ്. ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. സോ നിങ്ങൾ ആദ്യമേ ആ ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇത് വളരെ എന്താ പറയുക, മൈൽഡ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര ആക്യുറസി വേണം. സോ അത് ഇതിൽ കിട്ടത്തില്ല. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടാണ് വരുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു നെഗറ്റീവാണ്. അത് നിങ്ങളിപ്പോൾ ഒരു കാഷ്വൽ ഗെയിമറാണ്, നിങ്ങൾക്ക് മൊബൈൽ ഗെയിംസൊക്കെ കാഷ്വലായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കണക്ടർ വരും. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം പാഡിൽ ഇങ്ങനെ ഓക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കൺട്രോളറായി. നമ്മുടെ പണ്ടത്തെ PSP പോലെയൊക്കെ നിങ്ങൾക്ക് ഗെയിം ഇതിൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ഫീച്ചർ ഇതിലുണ്ട്. സോ ഞാൻ ഒരുപാട് സ്ലോ പറയുന്നല്ലേ. പിന്നെ എന്താ ഇതിൻ്റെ ഡീമെറിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അനലോഗ് ഇൻപുട്ട്, അതായത് ട്രിഗേഴ്സിൽ നമുക്കൊരു പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രിഗേഴ്സ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ പ്രിസൈസ് ആയിട്ട് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പിന്നെ എന്താ ചില ഗെയിംസിൽ ഇത് കോമ്പാക്റ്റബിൾ അല്ല, അതുള്ളൊരു കാര്യം തന്നെയാണ്.
പിന്നെ ചില ടൈംസ് കണക്റ്റിംഗ് ഇഷ്യൂസ് ഞാൻ എൻ്റെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ചിലർക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്കും ഫോർസ ഹൊറൈസൺ 4 കളിക്കുന്ന സമയത്ത് ലാഗും കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ, അതാണ് നമ്മുടെ ചോദ്യം. ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ്, നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഗെയിം കളിക്കണം, ഫോണിൽ കളിക്കണം. ഫോണിൽ കളിക്കാനാണ് ഇവർ മെയിനായിട്ട് ഈ സാധനം, അങ്ങനെയല്ല, ഫോണിലും കൂടെ കളിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇവർ ഈ ഒരു സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫോണിലും കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ബഡ്ജറ്റൊന്നുമില്ല, ഒരു 2000 അകത്ത് ആണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1550 ആണ്. ഞാൻ ഇതൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. സോ അവിടെ എനിക്ക് ഈ ഒരു പ്രൈസിനാണ് കിട്ടിയത്. എനിക്കിത് വാല്യൂ ഫോർ മണി ആയിട്ടാണ് തോന്നിയത്. ഞാനൊരു ഹാർഡ് കോർ ഗെയിമറും കാര്യങ്ങളൊന്നുമല്ല, ഞാൻ കാഷ്വൽ ഗെയിമിംഗ് ആണ്. നിങ്ങൾക്ക് ഹാർഡ് കോർ ഗെയിമറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡ്സിൻ്റെ ഇപ്പോൾ കൂളർ മാസ്റ്ററിൻ്റെ കിട്ടും. ബട്ട് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, ഒരു 3000-4000 റുപ്പീസ് ആയിരിക്കാം. വേണമെങ്കിൽ എനിക്ക് എക്സ്ബോക്സ് കൺട്രോളർ മേടിക്കാം. പക്ഷേ നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു കാഷ്വൽ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺട്രോളർ കണ്ണും കൂട്ടി എടുക്കാവുന്നത് തന്നെയാണ്. ഒരുപാട് കണക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് കണക്ടിവിറ്റി ഇങ്ങനെ വാരി വിതർത്തി ഇട്ടിരിക്കുന്ന കണക്ടിവിറ്റിയാണ്. പിന്നെ സ്പെക്ക് നോക്കുവാണെങ്കിൽ പോലും ഇത് 220 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 2 വൈബ്രേഷൻ മോട്ടേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ മോഡുണ്ട്, വയേർഡ് മോഡും ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 400 mAh ആണ്. 400 mAh പോളിമർ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ചാർജിങ് ടൈപ്പ് സി ആണ്. ഗെയിമിംഗ് ടൈം വരുന്നത് 5 to 10 hours ആണ്. സ്റ്റാൻഡ് ബൈ ടൈം 15 hours ഏകദേശം വരും. ചാർജിങ് ടൈം വരുന്നത് 2 to 2.5 hours ആണ്. പിന്നെ ടൈം ഓഫ് കണ്ടിന്യൂസ് യൂസും 6 to 10. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ്. സോ അത് പറയേണ്ട കാര്യമില്ല. സോ ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. യൂസർ മാനുവൽ, ഒരു വാറണ്ടി കാർഡ്, പിന്നെ നമ്മുടെ ടൈപ്പ് സി ചാർജർ, പിന്നെ ഈ ഒരു കണക്ടറിലല്ലോ ഫോൺ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എവിടെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കൊടുത്തേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ, ലവ് യു ആൾ.